മാനസികമായി നമ്മെ തളർത്തിക്കളയുന്ന പൈശാചിക പീഡകളിൽ നിന്ന് നമുക്ക് രക്ഷയും മോചനവും തരാൻ യേശുവിൻ്റെ വചനങ്ങൾക്കും വാക്കുകൾക്കും ശക്തിയുണ്ട്. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന, പിശാച് നിങ്ങളെ ഏതൊക്കെ കാരണം ചൊല്ലി മാനസികമായി തളർത്താനും പീഡിപ്പിക്കാനും ശ്രമിച്ചാലും അതിനൊക്കെ ഒരു കാരണം കാണുമായിരിക്കും. ആ പീഡകളുടെയൊക്കെ പിന്നിലൊരു അവകാശം കാണുമായിരിക്കും. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരം, യേശുവിൻ്റെ നാമം മുഖാന്തരം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മുഖാന്തരം നിങ്ങൾക്ക് സകല പൈശാചിക പീഡകളിൽ നിന്നും വലിയൊരു വിടുതൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആദ്യം വായിക്കുന്ന വാക്യം 103-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. ആമേൻ. ദൈവത്തിനറിയാം, മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുന്നതിന് പിന്നിലെല്ലാം പൈശാചിക ശക്തികളുണ്ട്. സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും കർത്താവ് നടത്തി കൊടുക്കും. ഹല്ലേലൂയ. 146-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവ പീഡിതന്മാർക്ക് വേണ്ടി ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു, യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. ഹല്ലേലൂയ. ബന്ധിക്കപ്പെട്ടവരെ, പിശാച് തടവറയിലാക്കിയവരെ കർത്താവ് അഴിച്ചുവിടാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കടന്നു പോകുന്ന ഡിപ്രഷനുകളാകട്ടെ, നിരാശകളാകട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ടെൻഷനുകളോ മറ്റ് മാനസിക പീഡകൾ എന്തോ ആകട്ടെ, അതിനൊക്കെ പിശാച് അവകാശം പറയുന്ന ചില കാരണങ്ങൾ കാണും നമ്മുടെ ജീവിതത്തിൽ. ഒരുപക്ഷെ നമ്മുടെ ജഡത്തിൻ്റെ ഇച്ഛകളോ മോഹങ്ങളോ അതിയായി വർദ്ധിച്ചു വന്നത് നിമിത്തം ഉണ്ടായിട്ടുള്ള അവകാശമായിരിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ ചില അന്ധവിശ്വാസങ്ങൾക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തതായിരിക്കാം, അനാചാരങ്ങളിലേക്ക് പോയതായിരിക്കാം, മറ്റേതെങ്കിലും വിഗ്രഹ ആരാധനകളോ, ദൈവത്തിൻ്റെ പ്രമാണത്തിന് വിരുദ്ധമായി നമ്മൾ എടുക്കേണ്ടി വന്ന നിലപാടുകളോ സമർപ്പണങ്ങളോ ആരാധനകളോ, അതെല്ലാം പിശാചിന് അവകാശമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങളാൽ പിശാച് നമ്മുടെ മനസ്സിലേക്കോ നമ്മുടെ ശരീരത്തിലേക്കോ പ്രവേശിക്കുവാൻ നമ്മൾ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടായിരിക്കാം. കാരണങ്ങൾ പലത് കാണും, പല കാരണങ്ങൾ കാണും. ഇനി ഇതൊന്നും അല്ല, നമ്മുടെ സ്വഭാവം, നമ്മൾ ക്ഷമിക്കാതിരുന്നത് കൊണ്ടോ നമ്മൾ പകവെച്ചത് കൊണ്ടോ, ഇങ്ങനെയൊക്കെ ഒത്തിരി കാരണങ്ങൾ കാണും. പക്ഷെ അവിടെ നിന്നെല്ലാം വലിയൊരു റിലീഫ് കർത്താവായ യേശുക്രിസ്തുവിന് തരാൻ പറ്റും. കർത്താവിന് നമ്മുടെ മനസ്സിനെ പുതുതാക്കാൻ പറ്റും. ഹല്ലേലൂയ. നമ്മുടെ മനസ്സ് വിട്ടുകൊടുത്താൽ മതി. യേശുക്രിസ്തുവിൻ്റെ പാപക്ഷമ അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി അവൻ ഏറ്റെടുത്ത ക്രൂശ് മരണത്തിൽ ഞാൻ വിശ്വസിച്ചാൽ മതി. പാപത്തിന് ശമ്പളമായ മരണം യേശു ഏറ്റെടുത്തത് ഞാൻ വിശ്വസിച്ചാൽ മതി. യേശുവിൻ്റെ പ്രായശ്ചിത്ത ബലിയിൽ ഞാൻ വിശ്വസിച്ചാൽ മതി. വിശ്വസിച്ച് യേശുവിന് എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഞാൻ കർത്താവായ യേശുവിനെ സ്വീകരിച്ചാൽ മതി. എൻ്റെ ജീവിതം, എൻ്റെ ശരീരം, എൻ്റെ മനസ്സെല്ലാം യേശുവിനായി സമർപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. അവിടെ എൻ്റെ മനസ്സിനെ കർത്താവ് റിന്യൂ ചെയ്യും, പുതിയ മനസ്സ് തരും. കല്ലായുള്ള മനസ്സ് മാറി മാംസളമായത് മാറ്റും, ആക്കി തീർക്കും. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ദൈവം എഴുതി തരും, ഹൃദയമെല്ലാം മാറും. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ യേശു നമ്മിലേക്ക് വരുമ്പോൾ പിശാചിൻ്റെ മുഴുവൻ പിടികളും അടിമത്തങ്ങളും നമ്മളെ വിട്ട് മാറിപ്പോകും. അവിടെ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഈ ആശ്വാസം ലഭിക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട്. മാനസികമായ പ്രശ്നങ്ങളിൽ നിന്നും മറ്റ് പീഡകളിൽ നിന്നും രക്ഷ നേടാനായിട്ട് താൽക്കാലികമായി ലോകത്തിൻ്റെ കുറേ വിനോദമാർഗങ്ങൾ ഏർപ്പെടാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയേക്കാം. സിനിമാശാലകളോ മദ്യമോ മയക്കുമരുന്നുകളോ ലഹരി വസ്തുക്കളോ മറ്റു പാപത്തിൻ്റെ ആനന്ദങ്ങളോ ജഡമോഹങ്ങളോ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് താൽക്കാലികമായി നമുക്ക് ഇങ്ങനെയുള്ള മാനസികമായ പ്രയാസങ്ങളിൽ നിന്ന് താൽക്കാലികമായി നമുക്കൊരു ഒളിച്ചോട്ടം നടത്താൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ തിരിച്ചു വന്നേ പറ്റുള്ളൂ. അപ്പോൾ ശാശ്വതമായ ഒരു ഡെലിവറൻസ് യേശുക്രിസ്തുവിലൂടെ പറ്റുള്ളൂ. കാരണം ഇവിടെയൊക്കെ എല്ലാം ഹോൾഡ് ചെയ്യുന്ന പിശാചിൻ്റെ ദൂതന്മാരാണ്, ദുർഭൂത ശക്തികളാണ്. അതിനെയെല്ലാം ഓടിച്ചു കളയണമെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ വരണം. അതിനുവേണ്ടി യേശുക്രിസ്തുവിൻ്റെ കമാൻഡ് വേണം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവം അയക്കണം. അതിന് ഞാൻ യേശുവിനായി എന്നെ തന്നെ സമർപ്പിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു വരുവാൻ നിങ്ങൾ വഴി തുറന്നു കൊടുത്താൽ കാര്യങ്ങളെല്ലാം കർത്താവ് നേരെയാക്കും. ഹല്ലേലൂയ. സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും സന്തോഷത്തിൻ്റെയും നിത്യജീവൻ്റെയും നിത്യമായ സന്തോഷത്തിൻ്റെയും ഒക്കെ വഴിയായി യേശു. അവൻ നമ്മിലേക്ക് വരുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കർത്താവ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാ വിടുതലെന്ന് എഴുതിയിട്ടുണ്ട്.
എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് അറിയാമോ? കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേലേക്ക് വരുമ്പോൾ ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുക, തടവുകാർക്ക് വിടുതൽ, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം, യഹോവയുടെ പ്രസാദ വർഷം, ദൈവത്തിൻ്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുന്നു, ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നു, ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല, ദുഃഖത്തിന് പകരം ആനന്ദതൈലം, വിഷണ്ണ മനസ്സിന് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആ മനസ്സിന് സ്തുതി എന്ന മേലാട. അപ്പം ഇങ്ങനെയാണ് ദൈവം തൻ്റെ ആത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ, യേശുക്രിസ്തു നമ്മിലേക്ക് വരുമ്പോൾ തൻ്റെ ആത്മാവാണ് നമ്മെ രൂപാന്തരപ്പെടുന്നത്. ഹല്ലേലൂയ! ആത്മാവാണ് നമ്മെ രൂപാന്തരപ്പെടുന്നത്. എളിയവരോട് സദ്വർത്തമാനം അറിയിക്കാൻ കർത്താവിനെ അഭിഷേകം ചെയ്തതിനാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ആ ആത്മാവ് കൊണ്ടാണ് ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുന്നത്, പീഡിതന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. ആ ആത്മാവാണ്. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 4:17 എന്നുള്ള വാക്യങ്ങളിൽ യേശു നസ്രയത്തിലെ തൻ്റെ പള്ളിയിൽ ചെന്ന് ശുശ്രൂഷ ആരംഭിച്ചത്. ആമേൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവിടെയാണ് ആശ്വാസം ലഭിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് ഏതൊക്കെ വേദനയിലൂടെ, വിഷമത്തിലൂടെ, പീഡകളിലൂടെ, പൈശാചിക ആക്രമണങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണെങ്കിലും കർത്താവിന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. കർത്താവ് നിങ്ങളെ വിടുവിച്ചെടുക്കട്ടെ. ഹല്ലേലൂയ. 12-ാമത്തെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കും. നിങ്ങൾ അകാരണമായി പീഡിപ്പിക്കപ്പെടുന്നവരോ വേദനിക്കപ്പെടുന്നവരോ എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ടവരെ പോലെ, പിടിച്ചു കെട്ടപ്പെട്ടവരെ പോലെ, വലിയ വെള്ളപ്പൊക്കം വരുമ്പോൾ കൈയും കാലും അല്ലെങ്കിൽ കാല് ബന്ധിച്ച അല്ലെങ്കിൽ കഴുത്ത് കെട്ടിയിരിക്കുന്ന ഒരു മൃഗത്തിന് അതിൽ രക്ഷപ്പെടാൻ പറ്റുകയില്ല, ആ വെള്ളത്തിലാകപ്പെടുകയുള്ളൂ. കെട്ടപ്പെട്ട അനുഭവത്തിൽ വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കാൻ, നിങ്ങളുടെ ബന്ധനങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. യഹോവ പീഡിതന്മാർക്ക് വേണ്ടി ന്യായം നടത്തി കൊടുക്കുന്നു. യഹോവ കഷ്ടകാലത്തിൽ അഭയസ്ഥാനം തന്നെ. ഹല്ലേലൂയ. അതെ, ഈ കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. അവൻ നമ്മെ വിടുവിക്കും, അവൻ നമ്മെ സഹായിക്കും. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നൽകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത് ചെയ്തെടുക്കട്ടെ. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. സകല പൈശാചിക കെട്ടുകളെ അഴിക്കാനാണ് യേശു എന്ന ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അവനെ നാം സ്വീകരിക്കുമ്പോൾ എല്ലാ കെട്ടുകളും അഴിയും. ആമേൻ. പ്രിയ കർത്താവേ, ഈ വചനം കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ, ഈ വചനം ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം വ്യാപരിക്കട്ടെ. അവിടെ പിശാചും അവൻ്റെ ദൂതഗണങ്ങളും കെട്ടിയ കുടിലുകൾ, അവൻ വന്ന് പാർക്കാനുണ്ടായ കൂടാരങ്ങൾ, അവൻ കാലങ്ങളായി കുടിയിരിപ്പ് നടത്തുന്ന ഹൃദയത്തിൻ്റെ അറകളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ പൈശാചിക പോരാട്ടങ്ങളും അവകാശങ്ങളും അഴിഞ്ഞു മാറിപ്പോകട്ടെ. അവിടെയെല്ലാം യേശുവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ. യേശുക്രിസ്തുവിൻ്റെ വചനം അവിടെ കയറി ചെല്ലട്ടെ. അവിടെ ദൈവിക വിടുതലുണ്ടാകട്ടെ, ബദ്ധന്മാർക്ക് വിടുതലുണ്ടാകട്ടെ. അവൻ ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷവും ആനന്ദവും ആ കുടുംബത്തിൽ കടന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തിയെ വീട്ടിൽ ഇപ്പോൾ ഞാൻ പ്രഖ്യാപിക്കുക. അവരുടെ ഹൃദയത്തിൽ, അവരുടെ ജീവിതത്തിൽ ദൈവിക സൗഖ്യം നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സകല പീഡകളിൽ നിന്നും ഇവർ സ്വതന്ത്രരാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത കരവരെ തൊടണം. ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുകയാണ്. ഈ സന്ദേശം, ഈ വചനം വിടുതലായിട്ട് ഈ വ്യക്തിയിൽ വ്യാപരിക്കട്ടെ, ഈ മക്കളിൽ വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ അത് സംഭവിച്ചു തുടങ്ങട്ടെ. കർത്താവ് അത്ഭുത സാക്ഷ്യങ്ങൾ ഇവർ പറയുന്ന രീതിയിൽ ഒരു വലിയ സൗഖ്യം ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പം അതേപോലെ കുറേ പേർക്ക് ഈ സന്ദേശം ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ പീസ്ഫുൾ ഡേ.